മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം കായംകുളത്ത് ആചരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം കായംകുളത്ത് ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു രക്തസാക്ഷി ദിനാചരണം. പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തി. KPCC സെക്രട്ടറി NDV ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിച്ചിരുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ എല്ലാ കാലത്തും കോൺഗ്രസിനെയും രാജ്യത്തെ ജനാധിപത്യ ചേരിയെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനുവേണ്ടി തന്റെ ജീവരക്തം ഒഴുക്കിയ നേതാക്കന്മാരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും നേതാക്കന്മാർ. ശ്രീമതി ഇന്ദിരാഗാന്ധി ആയാലും ശ്രീ രാജീവ് ഗാന്ധി ആയാലും. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷത്താണ്. 60 വർഷക്കാലം ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ സർവോത്തമമായ പുരോഗതിയും രാജ്യത്തിന്റെ വികസനവും ലക്ഷ്യം വെച്ച് ശത്രു രാജ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാതെ അവരോട് ശരിയായ രീതിയിലുള്ള നയതന്ത്ര ബന്ധം സൂക്ഷിച്ചുകൊണ്ട് ചേരിചേരാ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹത്തായ പാരമ്പര്യമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് രാജീവ് ഗാന്ധിയുടെ വേർപാട് ഇന്നും നമുക്ക് നികത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. സൈനുലാബുദ്ദീൻ, AJ ഷാജഹാൻ, S. രാജേന്ദ്രൻ, ജോൺ K. മാത്യു, AP ഷാജഹാൻ, A. സാദിഖ, M. വിജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 35ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം ഇന്ന് ലോകവ്യാപകമായി രാജ്യവ്യാപകമായി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ത്യയെ 21ാം നൂറ്റാണ്ടിലേക്ക് അതിവേഗം നയിച്ചുകൊണ്ടിരുന്നു ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം.